ആതിര തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. ഇനി വൈകിട്ടുള്ള ട്രെയിനുകളിൽ തിരികെ മടങ്ങുന്നതിനുള്ള ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3-4 ട്രെയിനുകൾ 4 ട്രെയിനുകളോളം ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ ട്രെയിനുകളിലെല്ലാം തന്നെ ഭക്തജനങ്ങൾ തിരികെ മടങ്ങിയിട്ടുമുണ്ട്. നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിലൊക്കെയായിരുന്നു വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയം വഴി എറണാകുളത്തിന് പോകുന്ന പ്രത്യേക മെമു സ്പെഷ്യൽ എക്സ്പ്രസിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആ ട്രെയിനിലും തിങ്ങി നിറഞ്ഞാണ് ഭക്തജനങ്ങൾ ഈ 2 ട്രെയിനിലും തിരികെ മടങ്ങിയത്. ഇനി വൈകുന്നേരം തിരികെ പോകുന്നതിനുള്ള പാലക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നതിനുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 8:30-ക്കാണ്. ആ ട്രെയിനുകളിലേക്കുള്ള ഭക്തജനങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ തുടരുന്നത്. ഏത് ഭാഗത്തേക്ക് പോകാനാണ് അമ്മയ്ക്ക്? കളിയക്കോള പാറശാല പോണം. അനന്തപുരി. അല്ല, എൻ്റെ നാത്തൂനൂടെ ഉണ്ട്. അങ്ങനെ ഇനിയുള്ള വൈകുന്നേര സമയത്തുള്ള ട്രെയിനുകളിൽ പോകുന്നതിനുള്ള ഭക്തജനങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോട്ടയം വഴി എറണാകുളത്തിന് പോകുന്ന മെമു എക്സ്പ്രസ് നിറയെ ഭക്തജനങ്ങളുമായി തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങളുമായി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്ന സാഹചര്യം തന്നെയാണ് ആ ട്രെയിനിൽ ഉള്ളത്. 8:15 കൂടിയാണ് അത് എറണാകുളത്ത് എത്തുക. വിവിധ സ്റ്റേഷനുകളിൽ മിക്കവാറുമുള്ള എല്ലാ സ്റ്റേഷനുകളിലും അതിന് പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് ഭാഗത്തേക്ക് പോകുന്നത്? പാലക്കാട്. അമൃത എക്സ്പ്രസ് 8:30-ക്ക്. എത്ര പേരുണ്ട്? ഞങ്ങൾ 4 പേര്. അവിടെ കാത്തിരിക്കണം, റെയിൽവേ സ്റ്റേഷൻ കാത്തിരിക്കാൻ ആണോ? ഇല്ല, കാത്തിരിക്കും ഇവിടെ. പാലക്കാട്. ഇതുപോലെ പാലക്കാട്ടേക്കുള്ള അമൃത എക്സ്പ്രസിന് പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. അമൃത എക്സ്പ്രസിന് നിലവിലുള്ള സ്റ്റോപ്പുകൾക്ക് പുറമെ പല സ്റ്റേഷനുകളിലും അധിക സ്റ്റോപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് 8:30-ക്കാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ചില ട്രെയിനുകൾക്കുള്ള വൈകുന്നേരം സമയങ്ങളിൽ 8, 9, 9:30 ആ സമയങ്ങളിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിൽ പോകുന്നതിനുള്ള ഭക്തജനങ്ങളാണ് നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ ഉണ്ടായിരുന്ന ഏകദേശം മുക്കാൽ മണിക്കൂർ മുൻപുണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷമല്ല നിലവിൽ ഇപ്പോഴുള്ളത്. തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ എന്ന് തന്നെ പറയാം. ഇവിടേക്ക് പോകാനാണ്? കൊല്ലം. ട്രെയിനാണ് 4-ാമത്തെ പ്ലാറ്റ്ഫോമിലെന്ന് പറഞ്ഞു. അതിൽ പോകാൻ വേണ്ടിയാ. അല്ല, ഞങ്ങൾ പിന്നെ മലപ്പുറം. ട്രെയിനാണ്? ട്രെയിനല്ല, ഞങ്ങൾ വണ്ടിയുണ്ട്. വണ്ടിക്ക് പോവാ. ഇത്തരത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ മറ്റ് ഫ്രഷ് ആകാനും മറ്റ് സൗകര്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എല്ലാ 5 പ്ലാറ്റ്ഫോമുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും മുതൽ 5-ാം നമ്പർ പ്ലാറ്റ്ഫോം വഴിയുള്ള മുഴുവൻ പ്ലാറ്റ്ഫോമുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാഗർകോവിൽ ഷാലിമാർ എക്സ്പ്രസ് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് ഇന്ന് വൈകിട്ട് പുറപ്പെടുന്നുണ്ട്. അതുപോലെ പരവൂർ, കടക്കാവൂർ, ചിറയൻകീഴ്, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിന് വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വൈകിട്ടാണ്. അമൃത എക്സ്പ്രസ് പരവൂരിലും ചിറയൻകീഴിലും പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. 8:30-ക്കാണ് അത് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇനിയുള്ളത് മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ആണ്. അതിനും കടക്കാവൂരും ചിറയൻകീഴും പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് അല്പസമയം മുമ്പ് പുറപ്പെട്ട തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് ചിറയൻകീഴിലും അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ അധിക സ്റ്റോപ്പുകൾ പ്രത്യേക സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്ന ട്രെയിനിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 5 പ്ലാറ്റ്ഫോമുകളിലും വലിയ തിരക്ക് തന്നെയാണ്. നിയന്ത്രണ വിധേയമായ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് വരും മണിക്കൂറുകളിലും രാത്രിയിലും തുടരാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട്.